റവാത്തിബ് സുന്നത്തുകൾ പതിവായി ചെയ്യൽ. ളുഹറിന് മുമ്പ് 4 റക്അത്ത്, അതിനുശേഷം 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാഇന് ശേഷം 2 റക്അത്ത്, സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് എന്നീ 12 റക്അത്തുകൾ പകലും രാത്രിയിലുമായി ഒരാൾ നമസ്കരിച്ചാൽ സ്വർഗത്തിൽ ഒരു ഭവനം അവന് വേണ്ടി നിർമ്മിക്കപ്പെടുന്നതാണ്. സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിക്കൽ. താങ്കൾ അള്ളാഹുവിന് വേണ്ടി സുജൂദ് അധികമാക്കുക. അള്ളാഹുവിന് വേണ്ടി താങ്കൾ ചെയ്യുന്ന ഓരോ സുജൂദും മുഖേന അള്ളാഹു താങ്കളുടെ ഒരു പദവി ഉയർത്തുകയും ഒരു പാപം കുറയ്ക്കുകയും ചെയ്യാതിരിക്കില്ല. രാത്രിയിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഐച്ഛികമായ നമസ്കാരം നിർവഹിച്ചാൽ ആളുകൾ കാണുന്ന സന്ദർഭങ്ങളിൽ സുന്നത്ത് നമസ്കാരം 27 ഇരട്ടി നമസ്കരിച്ചത്ര പ്രതിഫലം രേഖപ്പെടുത്തും. സുബ്ഹിയും അതിന്റെ സുന്നത്തും. സുബ്ഹിയുടെ 2 റക്അത്ത് ഇഹലോകത്തെക്കാളും അതിലുള്ളതിനേക്കാളും ഉത്തമമാണ്. ഒരാൾ സുബ്ഹി നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായി ആ ദിവസം. സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് ഇഹലോകത്തെക്കാളും അതിലുള്ളതിനേക്കാളും ശ്രേഷ്ഠമാണ്, ഉത്തമമാണ്. ഒരാൾ സുബ്ഹി നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായി. ളുഹ നമസ്കാരം. നിങ്ങളിൽ ഓരോരുത്തർക്കും ധർമ്മമുണ്ട്. എല്ലാ തസ്ബീഹും ധർമ്മമാണ്, എല്ലാ തഹ്ലീലും ധർമ്മമാണ്, എല്ലാ തക്ബീറും ധർമ്മമാണ്. തസ്ബീഹ് എന്നാൽ സുബ്ഹാനല്ലാഹ്, തഹ്ലീൽ എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തക്ബീർ എന്നാൽ അല്ലാഹു അക്ബർ. നന്മ കൽപ്പിക്കൽ ധർമ്മമാണ്, തിന്മ വിരോധിക്കൽ ധർമ്മമാണ്. ഇതിനെല്ലാം 2 റക്അത്ത് ളുഹ നമസ്കാരം മതിയാവുന്നതാണ്. ളുഹ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നമസ്കാര ശേഷം നമസ്കാര സ്ഥലത്ത് കഴിയൽ. നിങ്ങളിൽ ഒരാൾ നമസ്കാര സ്ഥലത്ത് കാത്തിരിക്കുമ്പോൾ അശുദ്ധിയുണ്ടാകാത്തിടത്തോളം സമയം മലക്കുകൾ അവന് വേണ്ടി അള്ളാഹുവേ ഇവനോട് പൊറുക്കണമേ, അള്ളാഹുവേ ഇവന് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഫർള് നമസ്കാരങ്ങൾക്ക് നമസ്കാരം ആരംഭിക്കുന്നതിന് മുൻപും ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും കഴിയുമെങ്കിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അതേ സ്ഥാനത്ത് തന്നെ നമസ്കരിച്ച അതേ സ്ഥാനത്ത് തന്നെ നമുക്ക് ഇരിക്കാവുന്നതാണ്. സുബ്ഹി നമസ്കാര ശേഷം സൂര്യോദയം വരെ ദിക്റും ശേഷം 2 റക്അത്ത് നമസ്കാരവും ചെയ്യൽ. ഒരാൾ ജമാഅത്തായി സുബ്ഹി നമസ്കരിക്കുകയും ശേഷം സൂര്യോദയം വരെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയും പിന്നീട് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ പരിപൂർണമായ ഉംറയുടെയും ഹജ്ജിന്റെയും പ്രതിഫലം അവന് ഉണ്ടാകുന്നതാണ്. രാത്രി നമസ്കരിക്കുകയും ഭാര്യയെ അതിനായി ഉണർത്തുകയും ചെയ്യൽ. ഒരാൾ രാത്രി എഴുന്നേൽക്കുകയും ഭാര്യയെ ഉണർത്തുകയും അവരൊരുമിച്ച് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ അവരെ രേഖപ്പെടുത്തുന്നതാണ്. രാത്രി നമസ്കരിക്കാൻ ഉദ്ദേശിച്ചുവെങ്കിലും ഉറക്കത്തിൽപ്പെട്ടാൽ, രാത്രി സ്ഥിരമായി നമസ്കരിക്കാറുണ്ടായിരുന്ന ഒരാൾക്ക് ഉറക്കം കീഴ്പ്പെടുത്തിയതിനാൽ അതിന് സാധിച്ചില്ലെങ്കിൽ അവന് നമസ്കാരത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്താതിരിക്കില്ല. ആ ഉറക്കം അവന് ധർമ്മമാവുകയും ചെയ്യും. അങ്ങാടികളിൽ പ്രവേശിക്കുമ്പോൾ അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനും പങ്കുകാരൻ ഇല്ലാത്തവനുമാണ്, ആധിപത്യം അവനാണ്, സർവസ്തുതിയും അവനാണ്, അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ ഒരിക്കലും മരിക്കുകയില്ല, സർവ നന്മകളും അവന്റെ കൈകളിലാണ്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ 1000 നന്മകൾ എഴുതപ്പെടുകയും 1000 തിന്മകൾ മായ്ക്കപ്പെടുകയും 1000 പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ 33 തവണയും ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നും പറയൽ. ഒരാൾ നമസ്കാര ശേഷം 33 പ്രാവശ്യം
അള്ളാഹുവിന് തസ്ബീഹും അഥവാ സുബ്ഹാനല്ലാഹ് എന്നും 33 പ്രാവശ്യം അള്ളാഹുവിന് തഹ്മീദും ഹംദും അഥവാ അൽഹംദുലില്ലാഹ് എന്നും 33 പ്രാവശ്യം അള്ളാഹുവിന് തക്ബീറും അഥവാ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുകയും അതിനോട് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചേർത്ത് 100 പൂർത്തിയാക്കുകയും ചെയ്താൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അത് സമുദ്രത്തിലെ നുര പോലെയാണെങ്കിലും ശരി, സമുദ്രത്തിലെ തിരമാലകളോളം ഉണ്ടെങ്കിലും ശരി. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യൽ. ഒരാൾ എല്ലാ ഫർള് നമസ്കാരങ്ങൾക്കും പിറകെ ആയത്തുൽ കുർസി ഓതിയാൽ സ്വർഗപ്രവേശനത്തിൽ നിന്ന് മരണമല്ലാതെ അവനെ തടയുകയില്ല. രോഗിയെ സന്ദർശിക്കൽ. ഒരാൾ മുസ്ലിമായ രോഗിയെ പ്രഭാതത്തിൽ സന്ദർശിച്ചാൽ 70,000 മലക്കുകൾ അവന് വേണ്ടി വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവൻ വൈകുന്നേരം സന്ദർശിച്ചാൽ 70,000 മലക്കുകൾ പ്രഭാതമാകുവോളം അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവന് സ്വർഗത്തിൽ ഒരു തോപ്പുണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ്. പരീക്ഷണത്തിന് വിധേയമായവരെ കാണുമ്പോൾ ആരെങ്കിലും ഇപ്രകാരം പറഞ്ഞാൽ അയാളെ അത് ബാധിക്കുകയില്ല. എന്നെ ധാരാളം ആളുകളെക്കാൾ ശ്രേഷ്ഠമാക്കുകയും നിന്നെ പരീക്ഷിച്ചതിൽ നിന്ന് എനിക്ക് ഐശ്വര്യം നൽകുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. വിപത്ത് ബാധിച്ചവനെ ആശ്വസിപ്പിക്കൽ. ഒരാൾ വിപത്ത് ബാധിച്ചവനെ ആശ്വസിപ്പിച്ചാൽ അവന് തുല്യ പ്രതിഫലമുണ്ട്. ഒരു സത്യവിശ്വാസി വിപത്ത് ബാധിച്ച തന്റെ സഹോദരനെ സമാധാനിപ്പിച്ചാൽ അള്ളാഹു അവന് മാന്യതയുടെ വസ്ത്രം ധരിപ്പിക്കാതിരിക്കില്ല. ജനാസയെ ഖബറടക്കുവോളം അനുഗമിക്കൽ. ഒരാൾ ജനാസയെ നമസ്കരിക്കുവോളം അനുഗമിച്ചാൽ അവനൊരു ഖിറാത്ത് പ്രതിഫലമുണ്ട്. മറവ് ചെയ്യുന്നത് വരെ അനുഗമിച്ചാൽ 2 ഖിറാത്ത് പ്രതിഫലമുണ്ട്. അപ്പോൾ ചോദിക്കപ്പെട്ടു, 2 ഖിറാത്ത് എന്നാൽ എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 വലിയ പർവ്വതങ്ങൾക്ക് സമാനമാണത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുറെ ഖിറാത്തുകൾ നാം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പള്ളി നിർമ്മാണം. ഒരാൾ അള്ളാഹുവിന് വേണ്ടി പള്ളി നിർമ്മിച്ചാൽ അതൊരു കാടയുടെ കൂട് പോലെയുള്ളതാണെങ്കിലും ശരി, അള്ളാഹു അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കുന്നതാണ്. ചിലവഴിക്കൽ. എല്ലാ ദിവസവും പ്രഭാതത്തിൽ 2 മലക്കുകൾ ഇറങ്ങിവരും. അവരിൽ ഒരാൾ പറയും, അള്ളാഹുവേ, ധർമ്മിഷ്ഠന് നീ പകരം നൽകണമേ. മറ്റേ മലക്ക് പറയും, പ്രാർത്ഥിക്കും, അള്ളാഹുവേ, ലുപ്തന് പിശുക്കന് നീ നാശം വരുത്തേണമേ. ദാനം ചെയ്യൽ. ദാനം ചെയ്യുന്നത് ധനത്തിൽ ഒരു കുറവും വരുത്തുകയില്ല. മാപ്പ് ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്കും അള്ളാഹു ഉന്നതിയല്ലാതെ വർദ്ധിപ്പിക്കില്ല. അള്ളാഹുവിന് വേണ്ടി വിനയം പ്രകടിപ്പിക്കുന്ന ഏതൊരാൾക്കും ഉയർച്ച നൽകാതിരിക്കില്ല. 1 ദിർഹം 1,00,000 മുൻകടന്നിരിക്കുന്നു. അവർ ചോദിച്ചു, തിരുദൂതരെ, അതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 ദിർഹം ഉണ്ടായിരുന്ന ഒരാൾ 1 ദിർഹം എടുക്കുകയും 1 ദിർഹം ദാനം ചെയ്യുകയും ചെയ്തു. ധാരാളം ധനമുള്ള ഒരാൾ അതിന്റെ ഒരു ഭാഗത്തിൽ നിന്ന് 1,00,000 ദാനം ചെയ്തു. ഒരു മുസ്ലിം വല്ല മരമോ കൃഷിയോ ഉണ്ടാക്കുകയും അതിൽ നിന്ന് മോഷ്ടിക്കപ്പെടുകയോ പക്ഷികളോ മൃഗങ്ങളോ തിന്നുകയോ ചെയ്താലും അയാൾക്ക് ധർമ്മത്തിന്റെ പ്രതിഫലം എഴുതപ്പെടുന്നതാണ്. നേട്ടം പ്രതീക്ഷിക്കാതെ കടം കൊടുക്കൽ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് 2 പ്രാവശ്യം കടം കൊടുത്താൽ 1 പ്രാവശ്യം സ്വതക്ക കൊടുത്തത് പോലെയാകാതിരിക്കില്ല. പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. ബൈ ഷഹീദ് മുഹ്സിൻ.